ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൻഷീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കടായി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വേഗം ചിക്കൻ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് നമുക്ക് പോയാലോ. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ചിക്കനിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചപ്പ്, കറിവേപ്പില, മല്ലിച്ചപ്പും കുരുമുളക് വേണമെങ്കിൽ അതും കൂടി അരച്ച പേസ്റ്റ് നന്നായിട്ട് തേച്ച് കുറച്ച് സമയം വയ്ക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യരുത്, ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യുക, ഒരുപാട് മുറുകി പോകരുത്. അതിന് ശേഷം വേണ്ട ഇൻഗ്രീഡിയൻസാണിത്. സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, ക്യാപ്സിക്കം, പച്ചമുളക്, പിന്നെ നമ്മൾ അരച്ച് വെച്ച പച്ചമുളകിൻ്റെ അരപ്പ് കുറച്ച് വേണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി. തക്കാളി ഒരു 3 എണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസും സോയാ സോസുമാണ്. അതിൽ സോയാ സോസ് ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ടൊമാറ്റോ സോസ് വേണം, എന്നാലാണ് നമുക്ക് കടായി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ക്യാബേജ് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചാൽ കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ വേണം സവാള വഴറ്റാൻ. നന്നായിട്ട് സവാള വഴറ്റുക. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർക്കാം. നന്നായിട്ട് വഴറ്റി നല്ല പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച പച്ചമുളകിൻ്റെ, ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വന്നതിന് ശേഷം വേണം കുറച്ച് ഒരു 2 മുളക്, അത് എരിവില്ലാത്ത മുളകാണ്, അത് എരിവ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ പുതിനേനെ അരിഞ്ഞ് വെച്ച പുതിനയില ചേർക്കുക. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം പാനിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കുറച്ചൊരു ഓയിലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അത് കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. നമുക്കത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ ക്യാപ്സിക്കം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സവാള വഴറ്റിയതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി കുറച്ച് മതി കേട്ടോ, എല്ലാം ഓവറായിട്ട് ചേർക്കരുത്, കുറച്ചൊരു 1/2 ടീസ്പൂൺ വെച്ച് മതി മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് വാട്ടിയതിന് ശേഷം വേണം തക്കാളി അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കാൻ. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. അതിന് ശേഷം സോസ് ഒഴിക്കുക. സോസ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് ചൂടാക്കാൻ നിൽക്കരുത്. നമ്മുടെ കടായി ചിക്കൻ സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.